നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഏഞ്ചൽ തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ മുതൽ കാണുന്നു ആ നിമിഷം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതാണ്. ഫോഴ്സ്ഫുള്ളി യാതൊന്നും ആരും റെസിനേറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് വിട്ടുകളയുക. നിങ്ങളുടെ പേഴ്സിനെ മുഖം മനസ്സിൽ വിചാരിച്ച് യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ച് നല്ലൊരു റീഡിംഗ് കിട്ടാൻ വേണ്ടിയിരിക്കുക. ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ. നിങ്ങൾക്കായി ഇന്ന് യൂണിവേഴ്സ് തന്നിരിക്കുന്ന എനർജീസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് നമ്മൾക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് വൺസ് ആണ്. 10 ഓഫ് വൺസ് എനർജി പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അത് ഒരിക്കലും ഒരു റിലേഷനിലേക്കുള്ള കോൺട്രിബ്യൂഷനും അല്ല. റിലേഷനിലേക്ക് യാതൊരുവിധ എഫേർട്ടും ഇടുന്നതായിട്ട് കാണുന്നില്ല. സെൽഫ് ഗ്രോത്ത്, കരിയർ, പിന്നെ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സെക്കൻഡ് കാർഡായിട്ട് വന്നിരിക്കുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി നിങ്ങളുടെ എനർജിയാണ് പറയുന്നത്. നിങ്ങൾ ഈ റിലേഷൻ നഷ്ടപ്പെട്ട ഒരു എനർജിയിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇനി തുടർന്ന് വരില്ല, ഇനി ലൈഫിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് മൂവ് ഓൺ ചെയ്തു പോയ ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. ഈ റിലേഷൻ കംപ്ലീറ്റ്ലി എൻഡായി പോയ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ശരിക്കും ഒരു തകർന്ന എനർജിയിലാവില്ലേ? എപ്പോഴും നിങ്ങൾ വേദനിച്ച് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇഷ്യൂസ് ഉണ്ടാവുമ്പോഴൊക്കെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. നിങ്ങൾ കാരണമാണ് ഇതിൽ ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവുന്നത് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി നിങ്ങളെ ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്ത് നിങ്ങളെ ശരിക്കും കുറ്റപ്പെടുത്തുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചേസിങ് എനർജി കാണുന്നുണ്ട്. എന്തിനാണ് അങ്ങനത്തെ ചേസിങ് എനർജിയുടെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ആവശ്യമുള്ള നമ്മുടെ റിലേഷൻസ് എപ്പോഴും നമ്മളുടെ കൂടെ ഭദ്രമായിട്ടുണ്ടാവും. നിങ്ങളുടെ പേഴ്സൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് ദ ലവേഴ്സ് കാർഡ് തേർഡ് വന്നിരിക്കുന്നത്. ലവേഴ്സ് കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഫിസിക്കലി അട്രാക്ഷനാണ് കൂടുതൽ എന്നാണ്. നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ബേസ്ഡ് കണക്ഷനൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങളോട് ഇമോഷണലി മെൻ്റലി ഒക്കെ നിങ്ങളോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നിരിക്കാം, അട്രാക്ഷൻ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബോണ്ടിങ്, ഒരു നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നതായിട്ട് കാണുന്നില്ല. എല്ലാ കാര്യത്തിനും നിങ്ങൾ എഫേർട്ട് അങ്ങോട്ടിടും. നിങ്ങളുടെ പേഴ്സൺ ആവട്ടെ യാതൊരു തരത്തിലുള്ള എഫേർട്ടും ഇട്ട് കാണാൻ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. വരും, ഇഷ്ടമുള്ളപ്പോൾ വരും, അത് കഴിഞ്ഞതിന് ശേഷം ആ റിലേഷനിൽ നിന്ന് പോവും. അങ്ങനെ ഓൺ ആൻഡ് ഓഫ് ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വേദനിക്കുന്നുണ്ടാവാം. എന്താണ് ഇങ്ങനെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എഫേർട്ട് ഇട്ട് പുറകെ പോകാൻ പാടില്ല. നിങ്ങളായിട്ട് ചേസ് ചെയ്യരുത് ഒരിക്കലും. നമ്മൾ ചേസ് ചെയ്യുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ എന്തൊരു കാര്യമാണെങ്കിലും അത് നമ്മളെ വിട്ടു പോകാൻ എളുപ്പമാണ്. അങ്ങനെ ഒരു ചേസിങ് എനർജിയിലാണ് നിങ്ങളിപ്പോൾ തുടരുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ യൂണിവേഴ്സിലേക്ക് നല്ല കാര്യങ്ങൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുക, നല്ല നല്ല കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. നമ്മൾ കൊടുക്കുന്നത് യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന പോസിറ്റീവ് എനർജി ആണെങ്കിലും നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ തോട്ടിന് തന്നെ ഒരു വൈബ്രേഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, അത് പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ആകട്ടെ, എന്ത് ചിന്തിച്ചാലും അതിന് ഒരു എനർജി തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുന്നതിലും നല്ല നല്ല കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഇങ്ങനെയുള്ള റിലേഷൻസ് ഒന്നും ലൈഫിലേക്ക് ഫോഴ്സ്ഫുള്ളി എടുക്കരുത്. നിങ്ങൾ
നല്ല പേഴ്സൺ ലൈഫിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സ്നേഹം, നിങ്ങളെ സ്നേഹിക്കുന്ന നല്ല പേഴ്സൺ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ എന്ത് യൂണിവേഴ്സിലേക്ക് കൊടുത്താലും അത് അതിനുള്ള റിസൾട്ട് നമുക്ക് യൂണിവേഴ്സ് തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറി നിങ്ങൾ ഹാപ്പി ആയിരിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു.